ഹലോ മക്കളെ, വെൽക്കം. നോക്കിക്കോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുന്നേ ടെൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് ടെൻസസ് തന്നെയാണ് മക്കളെ പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചോ, നിങ്ങളെ പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടാണ്? പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആലോചിച്ച് ചോദിച്ചു, നിങ്ങളെ ആദ്യം അറിയേണ്ടത് നമ്മൾ ടെൻസ് എത്ര വിധമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. 3 വിധമുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാണ്, റിക്കളക്ട് ചെയ്യാൻ വേണ്ടി, റിമൈൻഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ടെൻസ് ഇംഗ്ലീഷിൽ 3 എണ്ണമുണ്ട്. ഈ കാണുന്ന 3 എണ്ണമാണ് ഇംഗ്ലീഷിലെ ടെൻസസ്: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെൻസിൽ ഏതിനെ കുറിച്ചാണ് മക്കളെ? പാസ്റ്റ് ടെൻസിനെ കുറിച്ച്. ഏതിനെ കുറിച്ചാണ് മക്കളെ? പാസ്റ്റ് ടെൻസിനെ കുറിച്ച്. എന്തിനെ കുറിച്ചാണ്? പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇവിടെ പറയാനുള്ളത്? ദെൻ പാസ്റ്റ് ടെൻസ് എന്നുള്ള വാക്കിൻ്റെ മലയാളം നിങ്ങൾ ആലോചിക്കുക, ഭൂതകാലം അല്ലെങ്കിൽ കഴിഞ്ഞ കാലം. എന്താണ്? കഴിഞ്ഞ കാലം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മളെ കയ്യിൽ നിന്ന് കഴിഞ്ഞു പോയി, അതായത് ഹിസ്റ്ററി എന്നൊക്കെ പറയില്ലേ. യെസ്, ഇതാണ് മക്കളെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? പാസ്റ്റ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഇവിടെ അറിയേണ്ടത്? പാസ്റ്റ് ടെൻസ് എത്ര എണ്ണം ഉണ്ട് മക്കളെ? പറ. 4 എണ്ണം ഉണ്ട്. എത്ര മക്കളെ? അതിൻ്റെ 4 എണ്ണം. ഏതുപോലെ? പ്രസൻറ്റ് പോലെ തന്നെ. ഓക്കെ, പ്രസൻറ്റ് പോലെ തന്നെ പാസ്റ്റും എത്ര വിധമുണ്ട് മക്കളെ? 4 വിധമുണ്ട്. അതിനകത്ത് അറിയേണ്ട ഒരു കാര്യം കൂടെ പറയാം. ഫസ്റ്റ് വൺ എന്നെ വിളിക്കുന്ന പേരാ മക്കളെ സിമ്പിൾ പാസ്റ്റ്. എന്താണ്? സിമ്പിൾ പാസ്റ്റ്. എന്താ മക്കളെ വിളിക്കുക? സിമ്പിൾ പാസ്റ്റ്. സെക്കൻഡ് വൺ നമ്മൾ അറിഞ്ഞിരിക്കുക, ഓർത്ത് വെച്ചാൽ പാസ്റ്റ് കണ്ടിന്യൂസ്. തേർഡ് വൺ പാസ്റ്റ് പെർഫെക്റ്റ്. ഫോർത്ത് വൺ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഇവിടെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചോ. സിമ്പിൾ ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഇത്രയും 4 വിധമാണ് നമുക്ക് പഠിക്കാനുള്ള എന്ത്, പാസ്റ്റ് ടെൻസിലുള്ള കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ സെൻറ്റൻസ് ഉണ്ടാവുക? എങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് ഉണ്ടാവുക? ശ്രദ്ധിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പാസ്റ്റ് ടെൻസിൽ? സിമ്പിൾ പാസ്റ്റിൽ ഓർത്തോ, സിമ്പിൾ പാസ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കുക. ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും. എന്തുണ്ടാവും? സബ്ജക്റ്റ്. രണ്ടാമത് വെർബിൻ്റെ V2 ഫോം ഉണ്ടാവും. വെർബിൻ്റെ V2 ഫോം ഉണ്ടാകും. മൂന്നാമത് ഒബ്ജക്റ്റ് ഉണ്ടാകും. ഇത് നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ V2 ഫോം ഉണ്ടോ നോക്കുക. V2 ഫോം ഉണ്ടെങ്കിൽ ആ ടെൻസ് ഏതാ മക്കളെ? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഐ റോട്ട് എ ഡ്രാമ. റോട്ട് എന്ന് പറയുന്ന ഈ വാക്ക് വേർബിൻ്റെ V2 ഫോമാണ്. സോ നമുക്കതുകൊണ്ട് എന്ത് പറയാം മക്കളെ? ഈ ടെൻസ് എന്താന്ന് പറയാം? സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് മനസ്സിലാക്കാനുള്ള മാർഗം എന്താ? വേർബിൻ്റെ V2 ഫോം ഉണ്ടോ നോക്കുക. അതല്ലെങ്കിൽ നെക്സ്റ്റ്, ദേ കെയിം യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്നുള്ള ആ വാക്ക് നോക്കുന്നു. യെസ്റ്റർഡേ എന്നുള്ള വാക്ക് എന്താ മക്കളെ? ഇന്നലെ എന്നാണല്ലോ, അല്ലേ? ആ യെസ്റ്റർഡേ, ഇന്നലെ നല്ല കഴിഞ്ഞു പോയില്ല. അപ്പോൾ ഈ യെസ്റ്റർഡേ എന്ന് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ ആലോചിക്കുക, അത് ഏത് ടെൻസാവും? പാസ്റ്റ് ആകും. ഏത് പാസ്റ്റ്? സിമ്പിൾ പാസ്റ്റ് ആകും. സെറ്റാണോ? മനസ്സിലായോ? യെസ്, അങ്ങനെയെങ്കിൽ മറക്കല്ലേ, V2 ഫോം കണ്ടാൽ ഏതാണ് ടെൻസ്? പാസ്റ്റ്. ഏത് പാസ്റ്റ്? സിമ്പിൾ പാസ്റ്റ്. നെക്സ്റ്റ് നോക്കൂ, സെക്കൻഡ് വൺ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സെക്കൻഡ് വൺ മക്കളെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിനകത്ത് എന്താ അറിയണ്ടേ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്ത് സബ്ജക്റ്റ് പോട്ടെ, സബ്ജക്റ്റ് എല്ലായിടത്തും ഉണ്ടാവും. ലീവ് ഇറ്റ്. നിങ്ങൾ ആലോചിക്കുക, ഈ വാസോ വേറോ ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ. ദെൻ വേർബിൻ്റെ ING ഉണ്ടെങ്കിൽ ഏത് ടെൻസാ മക്കളെ? പാസ്റ്റ് കണ്ടിന്യൂസ്. മറക്കല്ലേ? അപ്പോൾ ഒന്നും കൂടെ ആലോചിച്ചോ. പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ മനസ്സിലാക്കി വെക്കുക? വാസ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്തുണ്ടാവും? വേറുണ്ടാകും. പിന്നെ കണ്ടിന്യൂസിൽ എപ്പോഴും എന്തുണ്ടാകും മക്കളെ? ING ഫോം ഉണ്ടാകും. സോ വെർബ് പ്ലസ് ING. ദെൻ ഒബ്ജക്റ്റും സബ്ജക്റ്റും നിങ്ങൾ ഇപ്പം മനസ്സിലാക്കി വെക്കേണ്ട. നിങ്ങൾ ടെൻസിൻ്റെ ആ ഒരു ടെൻസിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. വാസോ വേറോ വെർബിന് ING ഉണ്ടായാൽ ഷുവർ ഏ ടെൻസാ മക്കളെ? പാസ്റ്റ് കണ്ടിന്യൂസ്. നോക്കൂ നിങ്ങൾ, എക്സാമ്പിൾ, ഷീ വാസ് കണ്ട റൈറ്റിംഗ്. കണ്ടോ? ഇത്രയും തന്നെ കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഏതാ ടെൻസ് എന്നുള്ളത്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്നുള്ളത്.
കാരണം എന്താ, ഇവിടെയുള്ള വാസ് ഇവിടെ ഉണ്ട്, ദ വെർബിൻ്റെ ING ഉണ്ട്, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൺ, യു വേർ റൈറ്റിംഗ് എ ലെറ്റർ. കണ്ട, യു വേർ, കണ്ട ഈ വേർ ഉണ്ട്, ING ഉണ്ട്, വെർബിൻ്റെ ING ഇല്ലേ. സോ ദാറ്റ് ഈസ് പറ പാസ്റ്റ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് വൺ അതേപോലെ തന്നെ മക്കൾ, ഇറ്റ് വാസ് ഈറ്റിംഗ്. ഓക്കെ, ഇത് നോക്കൂ നിങ്ങൾ, കണ്ട വാസ് ഈറ്റിംഗ്, വാസ് ഉണ്ട്, ING ഉണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് പാസ്റ്റ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് വൺ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു എല്ലാത്തിനും സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ഹാഡ് ഓർത്ത് വെച്ചോ, ഹാഡ് ഷുവർ പ്ലസ് വേർബിൻ്റെ V3 ഫോം, ഇതാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ടത്. ഹാഡ് ഒന്നും കൂടെ ആലോചിക്കുക, ഹാഡ് പ്ലസ് വേർബിൻ്റെ V3 കണ്ടാൽ അത് ഏത് ടെൻസാന്ന് മനസ്സിലാക്കി വെച്ചോ, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. നോക്കൂ നിങ്ങളെ, ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഹാഡ് കണ്ടോ V3 ആണ്, ഹാഡ് സോറി ഹാഡ് എന്നുള്ളത് മീൻസ് ഓർത്ത് വെച്ചോ, ഹാഡ് എന്നുള്ള വേർഡ്, ദെൻ റിട്ടൺ V3 ഫോം ആണ്. കണ്ടോ ഹാഡ് പ്ലസ് V3 കണ്ട മക്കളുടെ ടെൻസ് ഏതാ പറ, പാസ്റ്റ് പെർഫെക്റ്റ്. നോക്കൂ, ഇറ്റ് ഹാഡ് ഈറ്റൻ. കണ്ട ഇവിടെയും ശ്രദ്ധിക്കാൻ സിമ്പിളാണ് സംഭവം. ഓക്കെ, നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒന്ന് ചിന്തിച്ചോ, മുന്നേ പഠിച്ച എല്ലാം കൂടെ ചേർത്ത് വന്ന ടെൻസാ മക്കൾ എന്ത്, ഇത് ഏത്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓർത്ത് വെച്ചോ, സബ്ജക്റ്റ് ഉണ്ടാകും, ദെൻ ഹാഡ് ഉണ്ട്, ദെൻ ഓർത്ത് വെച്ചോ ബീൻ. ഈ വാക്ക് ഓർത്ത് വെച്ചോ, ഈ വാക്ക് ഓർത്ത് വെച്ചോ. പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ, ഏത് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ആരുണ്ടാവും, ബീൻ ഉണ്ടാകും. ദെൻ കണ്ടിന്യൂസ് ആണല്ലോ, ആര് വേണം, ING വേണം, വെർബ് പ്ലസ് ING. ദ ലാസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റ്. നോക്കൂ, ഈ ഒരു സ്ട്രക്ചറിൽ മാത്രമേ ഈ ടെൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവൂ, എഴുതാൻ പറ്റൂ. ഈ ടെൻസ് മനസ്സിലാക്കാനുള്ള മാർഗം, ഈ വാക്കുകൾ ഹാഡ് ഉണ്ടോക്കുക, ദെൻ ബീൻ ഉണ്ടോക്കുക, ING ഉണ്ടോക്കുക. ടെൻസ് ഏതാടാ പറ, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഏത് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. സോ ദെൻ നോക്കൂ, വി ഹാഡ് ബീൻ, കണ്ട ഹാഡ്, ദെൻ ബീൻ, ഈറ്റിംഗ്, ഇതാ എല്ലാ ഓർഡർ ഉണ്ടാവും. ഇത്രയും ഓർഡർ കണ്ട ഒരു കുട്ടി മനസ്സിലാക്കിക്കോളും ഇത് ഏത് ടെൻസാന്ന്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സോ ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. നോക്കൂ, ഇവിടെ നോക്കൂ, ഹാഡ് ബീൻ, കണ്ടോ ഹാഡ് ബീൻ, കണ്ടോ. യെസ്, ഇതാണ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് മനസ്സിലാക്കി വെക്കാനുള്ള ഒരു മാർഗം. ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, കൃത്യമായി അറിഞ്ഞിരിക്കുക. ഒന്നും കൂടെ ഞാൻ നിങ്ങൾ ഓരോ ടൈമോട് ഓരോ സെൻറ്റൻസും ഓരോ ടെൻസും മനസ്സിലാക്കാനുള്ള വോയി പറഞ്ഞുതരാണ്. ഇവിടെ ഹാഡ് പ്ലസ് V3 ഉണ്ടാവും, പാസ്റ്റ് പെർഫെക്റ്റ്. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആവും, വോസോ വേറോ വെർബിൻ്റെ ING ഉണ്ടാവും, വോസോ വേറോ വെർബിൻ്റെ ING ഉണ്ടാവും. ദെൻ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ V2 ഫോം ഉണ്ടാകും. ഇത്രയുമാണ് മക്കളെ നമ്മൾ ഈ ടെൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കൂട്ടുകാരോടൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ നമ്മളെന്ത് കൂടെ എന്ത് ചെയ്യട്ടെ, പഠിക്കട്ടെ, കൃത്യമായി അവർ ടെൻസ് എന്ത് ചെയ്യട്ടെ, മനസ്സിലാക്കി വെക്കട്ടെ. നമ്മൾ ഏതൊരു കണ്ടൻറ്റും പറയേണ്ടത് എന്ത് വെച്ചാൽ മക്കളെ, ഈ ടെൻസ് വെച്ചിട്ടാണ് സംസാരിക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും പറയാനുള്ള കാര്യം, കൃത്യമായി നിങ്ങളെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കണം മക്കളെ, ഇങ്ങനെ ഉണ്ട്, ഇങ്ങനത്തെ ക്ലാസ്സുകളുണ്ട്, എജുപോർട്ടിൽ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ച് പറയുക. എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത്. നല്ല മക്കളായിട്ട് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ മക്കളെ, ബൈ ബൈ, താങ്ക് യു.